ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലായ ഗോ ഗ്രീൻ പ്ലാൻ ലവറിലേക്ക് സ്വാഗതം. ഞാൻ അനിമ. ഇന്നത്തെ എൻ്റെ കുറച്ച് സിംഗിൾ പെറ്റൽ ബ്യൂട്ടീസിനെ ഒന്ന് കാണിക്കാന്ന് ഓർത്തിട്ടാണേ. അപ്പൊ കുറച്ച് പേര് ഇന്ന് വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഇത് ഞാൻ ഈ അടുത്ത് വാങ്ങിയ ഒരു സിംഗിൾ പെറ്റൽ റെഡ് ആൻഡ് വൈറ്റ്. പിന്നെ ഒരു വിരിഞ്ഞ് കുറച്ചാകുമ്പോഴത്തേക്കും കുറച്ച് പിങ്ക് ഷെയ്ഡൊക്കെ കയറി വരും. പിന്നെ ഇത് ഞാൻ ഇതിപ്പോ ഈ അടുത്ത് തന്നെ വാങ്ങിയതാണ്, ഒരു സിംഗിൾ പെറ്റൽ. ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് കൂടുന്നത്. പിന്നെ ഇതാ ഒരു ഡയമണ്ട് റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി. പിന്നെ ഇത് ഇവിടെ നമ്മുടെ വേറൊരു വെറൈറ്റി. പിന്നെ നമ്മുടെ ബ്ലാക്ക് സ്വാൻ. ഇതൊക്കെ ഒരുമാതിരി പൂവിട്ട് തീർന്നിട്ട് അടുത്ത ഇവിടെ ഒരു മുത്തുകളൊക്കെ വന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ നാടൻ എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റി. ഞാനിത് ഗ്രാഫ്റ്റ് ചെയ്തത് വാങ്ങിയതാണ്. ഒരു സിംഗിൾ പെറ്റൽ ബ്യൂട്ടിയാണ് ഇത്. എന്താ യെല്ലോ റെഡ് ഇതൊക്കെ അന്ന് ഞാൻ കാണിച്ചാണ്, യെല്ലോ ബ്യൂട്ടീസിനെ കാണിച്ചപ്പോഴത്തേക്കും. ഇത് വേറൊരു വെറൈറ്റി. രണ്ടും സിംഗിൾ പെറ്റൽ തന്നെ, കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് കുറച്ച് വിടർന്നത്, ഇത് അധികം വിടരാത്തത്, അങ്ങനെ കുറച്ച് വ്യത്യാസം. പിന്നെ ഇത് എൻ്റെ യെല്ലോ സിംഗിൾ പെറ്റൽ. ഇതൊക്കെ വിരിഞ്ഞിട്ടുണ്ട്, ഇവിടെ വിടർന്ന് വരുന്നേ ഉള്ളൂ. സിംഗിൾ പെറ്റൽ ബ്യൂട്ടീസ്. ഇതിനൊന്ന് യെല്ലോയുടെ കൂടെ ഒന്ന് കാണിക്കാൻ പറ്റില്ല, അന്നേരം ഇതൊന്നും വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് അന്ന് കുറച്ച് പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്. ഒരു നല്ല അടിപൊളി ഒരു സ്റ്റാർ ഷേപ്പില് ഉള്ള ഒരാളാണ്. പിന്നെ ഇതും ഒരു നല്ല ഡാർക്ക് ഒരു ബ്ലാക്ക് കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതാ ഇങ്ങനെ ഇരിക്കും, ബ്ലാക്ക്, നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ്. പിന്നെ അതാ വിരിഞ്ഞ് വരുമ്പോ ഇങ്ങനെയൊക്കെ ആയി പോകും. അങ്ങനെ ഒരു സിംഗിൾ പെറ്റൽ. ഇത് എപ്പോഴും പൂവിടുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് എന്റെ വിത്ത് മുളച്ചിട്ടുള്ള പൂക്കളാണ്, നാടൻ വെറൈറ്റീസ്. ഇങ്ങനത്തെ ഷെയ്ഡിലൊന്നും എൻ്റെ കയ്യിൽ അധികം ഇല്ല. ഇതൊക്കെ ഒരു വെറൈറ്റി ഷെയ്ഡുകളാണ്. പിന്നെ ദാ ഇവിടെ ഇതൊക്കെ ഇപ്പൊ കൊഴിയാറായി. പിന്നെ ഇപ്പുറത്തും കുറച്ച് പേരുണ്ട്. ഇതൊക്കെ ഒരു അധികം കാണാത്ത, എൻ്റെ കയ്യിൽ ഇല്ലാത്ത വെറൈറ്റീസ് ആണ്. ഇത് അതുപോലെ തന്നെ ഇത്. പിന്നെ ഇതിപ്പോ ആദ്യമായിട്ട് വിരിഞ്ഞതാണ്. ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് എൻ്റെ കയ്യില് ഇല്ല. പിന്നെ ഇതൊക്കെ ഒരു ചെടിയിലുണ്ടായ വിത്തുകളാണ്, പക്ഷെ ഷെയ്ഡ്സ് വന്നേക്കണത്, അതായത് നമുക്ക് ഇവിടെ കുറച്ച് പൂക്കൾ അധികം ഉള്ളത് കാരണം എല്ലാത്തിലും ഒരു ക്രോസ് പോളിനേഷൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ എല്ലാ ചെടിയിലും വന്ന് പോളിനേഷൻ നടക്കുന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പല പല ഷെയ്ഡുകൾ വന്നത്. ഇപ്പൊ വിരിയാൻ തുടങ്ങുന്ന പൂവ് ഇങ്ങനത്തെ വെറൈറ്റീസ്. ഇതും ഒരു വിത്ത് മുളച്ച വൈറ്റ് സിംഗിൾ പെറ്റൽ. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോ അടുത്ത വീഡിയോയുമായി കാണുന്നവരെയും താങ്ക് യു ഫോർ വാച്ചിങ്.